ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോ ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ കുറച്ച് പേർക്കൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും, ചിലർക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ കൺഫർമേഷൻ വരാത്തവരെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് പല ഫേസിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫേസിൽ എക്സാം ഉള്ളവർക്കായിരിക്കും നിലവിൽ ഇപ്പോൾ കൺഫർമേഷൻ വരാൻ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേരള PSC ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആദ്യത്തെ ഫേസിൽ എക്സാം നടക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ എക്സാം എഴുതുന്നുണ്ട് എന്ന് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എക്സാമിന്റെ എല്ലാം താണ്ടെ നമുക്ക് പ്രൊഫൈലിൽ കയറുമ്പം ഏതൊക്കെ എക്സാമുകളാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന്റെ നേരെ കൺഫേം നൗ എന്നുള്ള ഒരു ബട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. അതായത് നമ്മളിപ്പം ഒരെണ്ണത്തിന് കൊടുത്തിട്ട് ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കരുത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പാക്കി വെക്കുക. അപ്പം ഓരോന്നിന്റെയും ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിവിടെ റിസീവ് എടുത്ത് ഓരോ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് നോക്കണം, ഗ്രീൻ കളറിലായിട്ടുണ്ടോ, റിസീവ് ഇവിടെ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ചിലർക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വൺസ് നിങ്ങൾ ഒരു പോസ്റ്റിന് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾ കൊടുക്കില്ല. ചിലപ്പോൾ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പ്രത്യേകം നോക്കണം, ഓരോ കാറ്റഗറി നമ്പറിനും സെപ്പറേറ്റ് കൺഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ദാണ്ട ഇങ്ങനെ ഒരു ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഇത് റെഡ് കളറിൽ നിന്ന് ഒരു ഗ്രീൻ കളറിലേക്ക് ഫുള്ളും ഓരോന്നിന്റെയും നേരെ റിസീവ്ഡ് എന്ന് നോക്കിക്കേ, റിസീവ്ഡ് എന്ന് അവരിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും അത് ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോ നമുക്ക് എക്സാം എന്നത്തേക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത മന്തിൽ മെയ് മന്തിലൊക്കെ ആയിരിക്കും എക്സാം വരാനുള്ള ഒരു സാധ്യത. അപ്പൊ നിങ്ങൾ ഇനി ഇലക്ഷൻ കാരണമൊക്കെ നീണ്ടു പോവാന്നൊക്കെ വിചാരിച്ച് കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കണ്ട, നമുക്ക് എന്തായാലും എക്സാം നടക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ എന്തേ ചെയ്തു പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാകും. ഇപ്പൊ നമുക്ക് മാർച്ച് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് ഏകദേശം ഒരു 30, 60, ഒരു 70 ദിവസം 75 ദിവസത്തോളം അല്ലെങ്കിൽ 80 ദിവസം മാക്സിമം കൂട്ടിക്കോ നമ്മുടെ മുന്നിലുണ്ട്. ഈ 75 ഡേയ്സിൽ നമുക്ക് ഈ 100 മാർക്കിന്റെ സിലബസ് അനുസരിച്ച് മുഴുവൻ പരീക്ഷയ്ക്ക് പഠിച്ച് എന്തായാലും നിങ്ങൾക്കറിയാം നമുക്ക് പരീക്ഷയ്ക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുഴുവൻ പഠിച്ചിട്ട് എക്സാമിന് ഹാളിൽ പോയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 75 ദിവസം നിങ്ങൾ അല്ലെങ്കിൽ ഒരു 60 ദിവസം നിങ്ങൾ നല്ല പോലെ സ്മാർട്ട് വർക്ക് ചെയ്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, നമുക്കിപ്പോ നിയമനങ്ങളില്ല എന്ന് നമ്മൾ PSC പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3500+, ഏതായാലും 4000ന്റെ അടുത്ത് തന്നെ നമുക്ക് അഡ്വൈസ് പോയിട്ട് ആളുകൾക്ക് റാങ്ക് ലിസ്റ്റ് വഴി ജോലി കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഏത്, നമുക്കറിയാം കമ്പനി കോർപ്പറേഷൻ അല്ലെ. നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഏറ്റവും കൂടുതൽ ഏത് നിങ്ങൾ PSC പരീക്ഷകൾ നോക്കിയാലും, ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കിയാലും, അസിസ്റ്റന്റ് ഡയറക്ടർ, സ്പെഷ്യൽ ബ്രാഞ്ച്, എക്സൈസ് ഇൻസ്പെക്ടർ അതൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ അനുസരിച്ച് ഏറ്റവും കൂടുതലായിട്ട് എന്താണ് ജോലി കിട്ടാൻ ഏറ്റവും 100% സാധ്യത റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പഠനം ഇന്നേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ 50 മാർക്കിന്റെ നമുക്കൊരു 50+ ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് കട്ട് ഓഫ് സാധാരണയായിട്ട് വരുന്ന നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരിക്കും. അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റ് വരാനും നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇനി നോമ്പാണ്, നമ്മളുടെ മുന്നിലെ സമയമുണ്ട്. അപ്പൊ എസ്പെഷ്യലി നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഇടയത്താഴത്തിനൊക്കെ എഴുന്നേക്കുന്ന സമയത്ത്, സുഹൂറിനൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ട്. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് നിങ്ങൾ പഠിക്കാനൊക്കെ കുറച്ച് ടൈം അധികം നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ
ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ ഒരു 2 മണിക്കൂർ 2 to 3 hours എങ്കിലും സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് ആദ്യമേ പറയട്ടെ. ക്രാഷ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതില് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് തരുന്നതായിരിക്കും. അതുപോലെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ ഹോട്ട് ടോപ്പിക്സ്, ലൈവ് ക്ലാസ്സസ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇപ്പൊ തന്നെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും. അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, ഇപ്പോഴും ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾ മനസ്സിലുറപ്പിച്ച് പഠിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ ഉന്നത വിജയം വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.